ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ദം ബിരിയാണിയാണ്. ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ ആദ്യ ശ്രമത്തിൽ തന്നെ നല്ല മണവും സൂപ്പർ ടേസ്റ്റും ഉള്ള ബിരിയാണി തയ്യാറാക്കാം. ആവശ്യമായിട്ടുള്ള ചേരുവകൾ 4 സവാള, 2 തക്കാളി, ഒരു കൈപ്പിടി ഒതുക്കത്തിൽ മല്ലിയില, പുതിനയില, 9 പച്ചമുളക്, 9 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി ചതച്ചത്, 6 പീസ് ചിക്കൻ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ചോറിന് ആവശ്യമായിട്ടുള്ള സ്പൈസസ്. ചിക്കൻ ഇതുപോലെ വലിയ പീസായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തേക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ തൈര്, കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഇതിനെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റണം. അപ്പോഴേ ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ചോറ് ഉണ്ടാക്കാനുള്ള അരി എടുക്കാം. ജീരകശാല റൈസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് ജീരകശാല റൈസ്. ഇതുപോലെ ചെറിയ അരിയാണ് കേട്ടോ. ഇനി അതിനെ വാഷ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. വാഷ് ചെയ്യുന്നതിന് മുമ്പ് കുതിർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴുകുമ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി കുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം സവാള ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലിലാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിക്ക് ബ്രൗൺ നിറമായിട്ടുണ്ട്. ബ്രൗൺ നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചുമന്ന് വരുമ്പോൾ തന്നെ ഒന്ന് കോരി മാറ്റണം, അല്ലെങ്കിൽ ഉള്ളി കറുത്തു പോകാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ബിരിയാണിക്ക് മണവും രുചിയും നൽകുന്ന പ്രധാന ഘടകം. 4 സവാള എടുത്തതിൽ 2 സവാള പൊരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ 1/4 ഭാഗവും ഇറച്ചിയിലോട്ട് ചേർക്കാനാണ്. ബാക്കി വരുന്നത് ചോറ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും എണ്ണയിലിട്ടൊന്ന് വറുത്തു മാറ്റാം. ഇനി നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്ന ചിക്കനും കൂടെ എടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല രീതിക്ക് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടേസ്റ്റ് ബിരിയാണിക്ക് കിട്ടൂല. ചിക്കൻ ഇവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഈ പാനിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അധികം എണ്ണ ഉണ്ടെങ്കിൽ അതിന് കോരി മാറ്റണം. എനിക്ക് കണക്കായിരുന്നു എണ്ണ, കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന് എണ്ണയൊന്നും മാറ്റിയിട്ടില്ല. നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ബാക്കി വന്ന 2 സവാള ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് വഴറ്റിയെടുക്കണം. നല്ല രീതിക്ക് വഴറ്റിയെടുത്താലേ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുത്ത് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലോട്ട് 2 തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ആ തക്കാളിയും കൂടെ നന്നായി വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേ നല്ല ജ്യൂസി ആയിട്ട് തക്കാളിയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ തക്കാളി ഇവിടെ നല്ല രീതിക്ക് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചിക്കനിൽ ആദ്യമേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല എരിവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി 2 ടീസ്പൂൺ തൈര്, മല്ലിയില, പുതിനയില അരിഞ്ഞതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മസാലയൊക്കെ ആയിട്ട് തൈരൊക്കെ ചേർന്ന് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇലകളൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ ചിക്കന്റെ പുറത്ത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന്റെ ഫ്ലേവർ ഒക്കെ നല്ല രീതിക്ക് ചിക്കനിലോട്ട് ഇറങ്ങി കിട്ടട്ടെ. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പൊരിച്ച സവാളയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് കറക്റ്റ് ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും കേട്ടോ. ഇത് ചേർക്കുമ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പൊരിച്ച ചിക്കന്റെ ബിരിയാണി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ 2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതുവരെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ചോറ് ഉണ്ടാക്കിയെടുക്കാം. ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കറിലല്ല ഉണ്ടാക്കണത്, പക്ഷെ ഒരു അടികട്ടിയുള്ള പാത്രം വേണ്ടതുകൊണ്ട് ഞാൻ കുക്കർ വെച്ചു എന്നേ ഉള്ളൂ. അതിലോട്ട് 1/2 kg നെയ്യ്, 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. 2 കുഞ്ഞു പീസ് പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പൂ, 1 കുഞ്ഞു സ്റ്റാറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ല രീതിക്ക് തിളച്ചതിന് ശേഷം നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം വെള്ളം നല്ലപോലെ തിളച്ചു തുടങ്ങുമ്പോൾ ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ചോറിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. വെള്ളം വറ്റി തുടങ്ങാറാവുമ്പോൾ സ്റ്റൗവിനെ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് വേവിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ബാക്കി വേവ് ആവി കടന്നിട്ട് വെന്തുകൊള്ളും. ഇനി നമുക്ക് ദമ്മിടുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഗ്രേവി ഒരു അടികട്ടിയുള്ള പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ വേണം നമ്മൾ ഗ്രേവി ഉണ്ടാക്കിയിട്ടുള്ള പാൻ വെച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ദമ്മിടുന്ന സമയത്ത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ദമ്മിട്ട് തുടങ്ങാം. ചിക്കനൊക്കെ ഇവിടെ നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചോറിനെ മൊത്തത്തിലായിട്ട് അതിന്റെ മുകളിലോട്ട് തട്ടി കൊടുക്കാം. നല്ല രീതിക്ക് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഗരം മസാല മതി, അധികം ഓവർ ആവണ്ട. പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള സവാള പൊരിച്ചതും അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില പുതിനയില കളറിന് ആവശ്യമായിട്ട് ഞാൻ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് 1 സ്പൂണ് അതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് ഇനി ഇതിനെ അടച്ചു വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. ഞാനിവിടെ അലൂമിനിയം ഫോയിൽ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവിയൊന്നും ഒട്ടും പുറത്തു പോകാതെ തന്നെ നമുക്ക് ദം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ 20 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓപ്പൺ ചെയ്യാണ്ടിരിക്കുക. ഒരു 20-25 മിനിറ്റ് എങ്കിലും ഈ ആവിയിൽ ഒന്ന് ഇരിക്കട്ടെ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ദം ബിരിയാണീന്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നിൽക്കാൻ പറ്റാത്ത സ്മെല്ലാണ് കേട്ടോ, അടിപൊളി സ്മെല്ലാണ്. എങ്ങനെ ഇത് പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. അപ്പോ അടിപൊളി ബിരിയാണിയാണ്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ബിരിയാണി നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഗരം മസാല ചേർക്കുമ്പോൾ ഒരുപാട് വാരി ഇടാതെ അളവ് കുറച്ചൊന്ന് ചെയ്ത് നോക്കൊണ്ടു. അപ്പൊ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ചിക്കൻ ഗ്രേവിയൊക്കെ കിട്ടും. ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി ഇതിനെ സെർവ് ചെയ്തെടുക്കുക. അച്ചാറും തൈരും പപ്പടം ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ്. അപ്പൊ ഞാൻ ഇതിനെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. സാലഡും അച്ചാറും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള രുചികരമായ റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.